നമസ്കാരം, ന്യൂസ് സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സ്നേഹ. പ്രധാന വാർത്തകൾ. ഒക്ടോബർ 2 ഗാന്ധി ജയന്തി ദിനാചരണത്തിന്റെ ഭാഗമായി കളക്ട്രേറ്റിലെ ഗാന്ധി സ്മൃതി മണ്ഡപത്തിൽ ഹാരാർപ്പണവും പുഷ്പാർച്ചനയും നടത്തി. PP ചിത്തരഞ്ജൻ MLA, ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് എന്നിവർ ചേർന്നാണ് ഹാരാർപ്പണവും പുഷ്പാർച്ചനയും നടത്തിയത്. മാലിന്യമുക്ത നവകേരളത്തിനായുള്ള ജനകീയ ക്യാമ്പയിന്റെ ജില്ലാതല ഉദ്ഘാടനവും നഗരസഭയുടെ ദ്രവമാലിന്യ സംസ്കരണ പ്ലാന്റിന്റെ ഉദ്ഘാടനവും കൃഷിമന്ത്രി P. പ്രസാദ് നിർവഹിച്ചു. കേരള ആരോഗ്യശാസ്ത്ര സർവകലാശാല യുവജനോത്സവത്തിൽ ആതിഥേയരായ ആലപ്പുഴ വണ്ടാനം ഗവൺമെന്റ് TD മെഡിക്കൽ കോളേജിന് കലാകിരീടം ലഭിച്ചു. 191 പോയിന്റോടെയാണ് TDMC കലാകിരീടം നേടിയത്. H. സലാം MLA സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ITBP 27ാം ബറ്റാലിയന്റെ ആഭിമുഖ്യത്തിൽ മെഗാ ക്ലീനിംഗ് ഡ്രൈവ് സംഘടിപ്പിച്ചു. ഗാന്ധി ജയന്തി ദിനാചരണത്തിന്റെ ഭാഗമായിട്ടാണ് പരിപാടി സംഘടിപ്പിച്ചത്. ആലപ്പുഴ കൊമ്മാടി സാമൂഹ്യ വനവൽക്കരണ വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ പെൻസിൽ ഡ്രോയിങ്, ഉപന്യാസ രചന മത്സരങ്ങൾ സംഘടിപ്പിച്ചു. സ്കൂൾ, കോളേജ് വിദ്യാർത്ഥികൾക്കായിട്ടാണ് പരിപാടി സംഘടിപ്പിച്ചത്. വാർത്തകൾ വിശദമായി. ഒക്ടോബർ 2 ഗാന്ധി ജയന്തി ദിനാചരണത്തിന്റെ ഭാഗമായി കളക്ട്രേറ്റിലെ ഗാന്ധി സ്മൃതി മണ്ഡപത്തിൽ ഹാരാർപ്പണവും പുഷ്പാർച്ചനയും നടത്തി. PP ചിത്തരഞ്ജൻ MLA, ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് എന്നിവർ ചേർന്നാണ് ഹാരാർപ്പണവും പുഷ്പാർച്ചനയും നടത്തിയത്. ഒക്ടോബർ 2 ഗാന്ധി ജയന്തി ദിനാചരണത്തിന്റെ ഭാഗമായി കളക്ട്രേറ്റിലെ ഗാന്ധി സ്മൃതി മണ്ഡപത്തിൽ ഹാരാർപ്പണവും പുഷ്പാർച്ചനയും നടത്തി. PP ചിത്തരഞ്ജൻ MLA, ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് എന്നിവർ ചേർന്നാണ് ഗാന്ധി പ്രതിമയിൽ ഹാരാർപ്പണവും അനുസ്മരണവും നടത്തിയത്. ഒരു വിദേശാധിപത്യത്തിനെതിരായി പിറന്ന നാടിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഏറ്റവും മാതൃകാപരവും അതോടൊപ്പം തന്നെ അനുകരണീയമായ സ്വജീവിതത്തെ സമർപ്പിച്ചുകൊണ്ടാണ് മഹാകവിയുടെ ധന്യമായ ജീവിതം കടന്നുപോയത്. അന്ത്യം നമുക്കെല്ലാം ഏറെ ദുഃഖമുണ്ടാക്കുന്നതാണെങ്കിൽ അദ്ദേഹം പകർന്നു നൽകിയ ദർശനം ഈ ഭാരതത്തിന് ലോകത്തിനാകെ വഴികാട്ടിയായി മുന്നോട്ട് പോകാൻ പ്രചോദനം നൽകുന്നതാണ്. അഹിംസയുടെ മാർഗത്തിലൂടെ, ഹിംസയുടെ മാർഗമല്ല അഹിംസയുടെ മാർഗത്തിലൂടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ സ്പർദ്ധകളും വർഗീയ സ്പർദ്ധകളൊക്കെ നമുക്കറിയാം. ഇതിനൊക്കെ അപ്പുറമായിട്ട് എല്ലാവരും ഒരു മനുഷ്യരാണ്, ഒരു ജാതിയാണ്, ഒരു മതമാണ്, ഒരു ദൈവമാണ് എല്ലാവർക്കും ഉള്ളതിൻ്റെ കാഴ്ചപ്പാടോടെ എല്ലാവരെയും സമൂഹത്തിലേക്ക് തോപ്പിട്ട് നടന്നൊരു മഹത് വ്യക്തിത്വമാണ് ബഹുമാനപ്പെട്ട ഗാന്ധി. അദ്ദേഹത്തെ നമ്മൾ ഓർക്കുകയും അദ്ദേഹത്തിൻ്റെ ഇതിനെ ആചരിക്കുകയൊക്കെ ചെയ്യുന്നത് ഏറ്റവും ഉചിതമായ സമയത്താണ്. വിവിധ സംഘടനകൾ, സ്കൂൾ കുട്ടികൾ, വിദ്യാർത്ഥികൾ തുടങ്ങി വിവിധ വിഭാഗങ്ങളിലുള്ളവർ രാവിലെ മുതൽ പുഷ്പാർച്ചനയ്ക്കെത്തി. അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് ആശാസി എബ്രഹാം, ഹൂസൂർ ശിരസ്തദാർ പ്രീത പ്രതാപൻ, ഗാന്ധി സ്മൃതി മണ്ഡപ സമിതി പ്രതിനിധി രാജു പള്ളിപ്പറമ്പിൽ, കേരള സർവോദയ മണ്ഡലം ജില്ലാ പ്രസിഡന്റ് ME ഉത്തമകുറിപ്പ്, കേരള സബർമതി സാംസ്കാരിക വേദി പ്രസിഡന്റ് ജോസഫ് മാരാരിക്കുളം, വിവിധ സംഘടനാ പ്രതിനിധികളായ മണിയമ്മ, ആശ കൃഷ്ണാലയം, കൃഷ്ണൻകുട്ടി, സജീന നാസർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. മാലിന്യമുക്ത നവകേരളത്തിനായുള്ള ജനകീയ ക്യാമ്പയിന്റെ ജില്ലാതല ഉദ്ഘാടനവും നഗരസഭയുടെ ദ്രവമാലിന്യ സംസ്കരണ പ്ലാന്റിന്റെ ഉദ്ഘാടനവും കൃഷിമന്ത്രി P. പ്രസാദ് നിർവഹിച്ചു. മാലിന്യം പൊതുനിരത്തുകളിൽ തള്ളുന്നത് ശക്തമായ നിയമ നടപടി വഴി തടയേണ്ടതുണ്ടെന്നും അതോടൊപ്പം മാലിന്യം സംസ്കരിക്കുന്നതിനുള്ള സ്ഥലം കണ്ടെത്തി നൽകേണ്ട ബാധ്യത പൊതുസമൂഹത്തിനും സംവിധാനങ്ങൾക്കുമുണ്ടെന്നും കൃഷിവകുപ്പ് മന്ത്രി P. പ്രസാദ് പറഞ്ഞു. മാലിന്യമുക്ത നവകേരളത്തിനായി സംഘടിപ്പിക്കുന്ന ജില്ലാതല ജനകീയ ക്യാമ്പയിൻ ഗാന്ധി ജയന്തി ദിനത്തിൽ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഉപയോഗിക്കേണ്ടത് മാത്രം ഉണ്ടാക്കുകയും ഉണ്ടാക്കുന്നതെല്ലാം ഉപയോഗിക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞാൽ തന്നെയും പല അളവിൽ നമുക്ക് മാലിന്യത്തെ കുറച്ചു കൊണ്ടുവരാൻ കഴിയും. എങ്കിലും നമുക്ക് കുറച്ച് മാലിന്യങ്ങൾ ഉണ്ടാവും. ആ മാലിന്യങ്ങൾ ഇപ്പോൾ ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കൊണ്ടുപോയി ഏതെങ്കിലും വെള്ളത്തിൽ കളയുക എന്നുള്ളതാണ്. രാവിലത്തെ ഒരു മീറ്റിങ്ങിലും ഞാനും നമ്മുടെ കളക്ടറും എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം ഒരു യോഗം ചേരുന്നതിനെക്കുറിച്ച് പറഞ്ഞു. അത് വേമ്പനാട് കായലുമായി ബന്ധപ്പെട്ടൊരു യോഗം ചേരാനാണ്.
അപ്പോൾ യോഗം ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോൾ തന്നെ അദ്ദേഹം 25 ഞങ്ങൾ യോഗം ചേരാണ് അവിടെ വെച്ച ആ യോഗത്തിൽ ശ്രീ ശിവപ്രസാദ് ഞങ്ങളെല്ലാം ആ യോഗത്തിലുണ്ടായിരുന്നു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മുൻകൈയെടുത്ത് വിവിധ മിഷനുകളുടെയും വകുപ്പുകളുടെയും സംഘടനകളുടെയും നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ക്യാമ്പയിൻ ആലപ്പുഴ നഗരസഭ ദ്രവമാലിന്യ സംസ്കരണ പ്ലാന്റിന്റെ ഉദ്ഘാടനത്തോടെയാണ് തുടക്കമിട്ടത്. ജനറൽ ആശുപത്രി കോമ്പൗണ്ടിലാണ് STP നിർമ്മിച്ചിട്ടുള്ളത്. ദ്രവമാലിന്യങ്ങൾ തള്ളുന്നതിനെതിരെ പൊതുജനാരോഗ്യ നിയമവും ജലസംരക്ഷണ നിയമവും ഉപയോഗിക്കാമെന്ന് മന്ത്രി പ്രസാദ് പറഞ്ഞു. പിഴ ചുമത്തുന്നതിനേക്കാൾ ശക്തമായ നടപടികൾ ഈ നിയമങ്ങളിലൂടെ സാധിക്കും. എന്നാൽ കക്കൂസ് മാലിന്യങ്ങൾ സംസ്കരിക്കാനുള്ള ഇടം കണ്ടെത്തി നൽകുന്നത് വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. PP ചിത്തരഞ്ജൻ MLA, മുനിസിപ്പൽ ചെയർപേഴ്സൺ KK ജയമ്മ, ജില്ലാ കളക്ടർ അലക്സ് വർഗീസ്, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NS ശിവപ്രസാദ്, നഗരസഭ വൈസ് ചെയർമാൻ PSM ഹുസൈൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ MR പ്രേം, നസീർ പുന്നയ്ക്കൽ, AS കവിത, R വിനീത, കൗൺസിലർമാരായ സൗമ്യ രാജ്, റീഗോ രാജു, നഗരസഭാ സെക്രട്ടറി AM മാത്യൂസ്, നവകേരളം കർമ്മ പദ്ധതി ജില്ലാ കോർഡിനേറ്റർ KS രാജേഷ്, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഷിബു M നാലപ്പാട്ട്, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. കേരള ആരോഗ്യ ശാസ്ത്ര സർവകലാശാല യുവജനോത്സവത്തിൽ ആതിഥേയരായ ആലപ്പുഴ വണ്ടാനം ഗവൺമെന്റ് TD മെഡിക്കൽ കോളേജിന് കലാകിരീടം ലഭിച്ചു. 191 പോയിന്റോടെയാണ് TDMC കലാകിരീടം നേടിയത്. H സലാം MLA സമ്മാനങ്ങൾ വിതരണം ചെയ്തു. കേരള ആരോഗ്യ ശാസ്ത്ര സർവകലാശാല യുവജനോത്സവത്തിൽ ആതിഥേയരായ ആലപ്പുഴ വണ്ടാനം ഗവൺമെന്റ് TD മെഡിക്കൽ കോളേജ് കലാകിരീടം ചൂടി. ആകെയുള്ള 90 ഇനങ്ങളിലെ മത്സരങ്ങൾ പൂർത്തിയായപ്പോൾ 191 പോയിന്റ് നേടിയാണ് ഗവൺമെന്റ് TDMC കലാകിരീട പട്ടമണിഞ്ഞത്. 183 പോയിന്റ് നേടി തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് 2ാം സ്ഥാനം കരസ്ഥമാക്കി. TDMCയും തിരുവനന്തപുരവും തമ്മിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് വേദികളിൽ കാഴ്ചവെച്ചത്. 164 പോയിന്റ് നേടി കൊല്ലം പാരിപ്പള്ളി ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് 3ാം സ്ഥാനവും നേടി. കലാപ്രതിഭയായി കൊല്ലം അസീസിയ മെഡിക്കൽ കോളേജിലെ അർജുൻ S പത്മൻ 13 പോയിന്റോടെ തിരഞ്ഞെടുക്കപ്പെട്ടു. കലാതിലകമായി തിരുവനന്തപുരം SUT മെഡിക്കൽ കോളേജിലെ B ശ്രദ്ധ 16 പോയിന്റോടെ തിരഞ്ഞെടുക്കപ്പെട്ടു. സർഗപ്രതിഭയായി തിരുവനന്തപുരം ശ്രീ ഗോകുലം മെഡിക്കൽ കോളേജിലെ ദീപലക്ഷ്മി തിരഞ്ഞെടുക്കപ്പെട്ടു. ചിത്രപ്രതിഭയായി തിരുവനന്തപുരം ഹോമിയോ മെഡിക്കൽ കോളേജിലെ P അഖിലയും തിരഞ്ഞെടുക്കപ്പെട്ടു. കഴിഞ്ഞ 4 ദിനരാത്രങ്ങളിലായി നാദലയ വിന്യാസങ്ങളുടെയും നൃത്ത ചുവടുകളുടെയും ഇശലുകളുടെയും കേളികൊട്ടായിരുന്നു TDMC ക്യാമ്പസിലെ 10 വേദികളിലായി നിറഞ്ഞത്. ആലപ്പുഴ, കൊല്ലം, പത്തനംതിട്ട, തിരുവനന്തപുരം ജില്ലകളിലെ മെഡിക്കൽ, ആയുർവേദ, ഹോമിയോ, ദന്തൽ, നഴ്സിംഗ് തുടങ്ങി 64 കലാലയങ്ങളിലെ 2000-ലധികം വിദ്യാർത്ഥികളാണ് കേരള ആരോഗ്യശാസ്ത്ര സർവകലാശാല യൂണിയന്റെ കലിക എന്ന പേരിൽ നടത്തിയ സൗത്ത് സോൺ യുവജനോത്സവത്തിൽ പങ്കാളികളായത്. സമാപന സമ്മേളനത്തിൽ H സലാം MLA കലാകിരീടങ്ങൾ സമ്മാനിച്ചു. ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടത് വിശേഷിച്ച് ഗ്രൂപ്പിനെല്ലാം വളരെ ടൈറ്റായിട്ടുള്ള മത്സരമാണ് എന്ന് തന്നെയാണ് വിധികർത്താക്കളും പൊതുവെ ആ രീതിയിലാണ് പറഞ്ഞത്. നിശ്ചയമായി മനോഹരമായി സംഘടിപ്പിക്കപ്പെട്ട ഈ കലോത്സവത്തിന് സംഘാടകരായിരുന്ന എല്ലാവരെയും ഏതെങ്കിലും നിലയ്ക്ക് അനിഷ്ടകരമായ യാതൊന്നുമില്ലാതെ പൂർത്തിയാക്കുവാൻ സഹകരിച്ച എല്ലാവരെയും പ്രത്യേകമായി അഭിനന്ദിച്ചുകൊണ്ട് ഔപചാരികമായി നമ്മുടെ ഈ സമാപന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ITBP 27ാം ബറ്റാലിയന്റെ ആഭിമുഖ്യത്തിൽ മെഗാ ക്ലീനിംഗ് ഡ്രൈവ് സംഘടിപ്പിച്ചു. ഗാന്ധി ജയന്തി ദിനാചരണത്തിന്റെ ഭാഗമായിട്ടാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഒക്ടോബർ 2 ഗാന്ധി ജയന്തി ദിനാചരണത്തിന്റെ ഭാഗമായി നൂറനാട് ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ് ഫോഴ്സ് 27ാം ബറ്റാലിയന്റെ ആഭിമുഖ്യത്തിൽ മെഗാ ക്ലീനിംഗ് ഡ്രൈവ് സംഘടിപ്പിച്ചു. ആലപ്പുഴ ബീച്ചിൽ സംഘടിപ്പിച്ച ക്ലീനിംഗ് ഡ്രൈവ് ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് ഉദ്ഘാടനം ചെയ്തു. ആലപ്പുഴ നഗരസഭാ അധ്യക്ഷ KK ജയമ്മ, ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷ AS കവിത എന്നിവർ സംസാരിച്ചു. ITBP കമാൻഡന്റ് വിവേക് കുമാർ പാണ്ഡെ, സെക്കൻഡ് ഇൻ കമാൻഡന്റ് മനോജ് ബഹുഗുണ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ബീച്ച് ശുചീകരണത്തിന് നേതൃത്വം നൽകിയത്. സ്വച്ഛതാ ഹി സേവ ക്യാമ്പയിന്റെ ഭാഗമായി കൂടി സംഘടിപ്പിച്ച മെഗാ ക്ലീനിംഗ് ക്യാമ്പയിനിൽ 100ഓളം വരുന്ന ITBP സേനാംഗങ്ങളും പങ്കെടുത്തു. the administrations and the various levels of the corporation and municipalities.
So we have instituted the program for Mallinam to Navalam to be completed by the March 2023, but eventually this could not be materialized within that period, and so we had to extend that program till 25 March. So today I am extremely happy to be part of this associate gathering. So we have a lot of arrangements today, engagements today, from Gandhi School will be opening from 9:30 on. ആലപ്പുഴ കൊമ്മാടി സാമൂഹ്യ വനവൽക്കരണ വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ പെൻസിൽ ഡ്രോയിംഗ്, ഉപന്യാസ രചന മത്സരങ്ങൾ സംഘടിപ്പിച്ചു. സ്കൂൾ, കോളേജ് വിദ്യാർത്ഥികൾക്കായിട്ടാണ് പരിപാടി സംഘടിപ്പിച്ചത്. സാമൂഹ്യ വനവൽക്കരണ വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ പെൻസിൽ ഡ്രോയിംഗ്, ഉപന്യാസ രചന മത്സരങ്ങൾ സംഘടിപ്പിച്ചു. വന്യജീവി സംരക്ഷണത്തിന്റെ അവബോധം പൊതുജനങ്ങളിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാനം വനം വന്യജീവി വകുപ്പിന്റെ നേതൃത്വത്തിൽ ഒക്ടോബർ 2 മുതൽ 8 വരെ നടത്തുന്ന വന്യജീവി വാരാഘോഷത്തിന്റെ ഭാഗമായിട്ടാണ് പരിപാടി സംഘടിപ്പിച്ചത്. സ്കൂൾ, കോളേജ് കുട്ടികൾക്കായി സംഘടിപ്പിച്ച മത്സരത്തിൽ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 200-ലധികം മത്സരാർത്ഥികൾ മാറ്റുരച്ചു. മനുഷ്യ വന്യജീവി സംഘർഷവും സഹവർത്തിത്വവും എന്ന വിഷയത്തിൽ ഹൈസ്കൂൾ വിഭാഗത്തിനും പരിസ്ഥിതി സംരക്ഷണത്തിലെ വെല്ലുവിളികൾ എന്ന വിഷയത്തിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിനും ഉപന്യാസ രചന മത്സരവും നടത്തി. ആലപ്പുഴ സോഷ്യൽ ഫോറസ്ട്രി ഡിവിഷൻ ഡെപ്യൂട്ടി കൺസർവേഷൻ ഓഫ് ഫോറസ്റ്റ് ഫെൻ ആന്റണി, റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർമാരായ TS സേവ്യർ, PK രാജേഷ്, മറ്റുദ്യോഗസ്ഥർ എന്നിവർ മത്സരങ്ങൾക്ക് നേതൃത്വം നൽകി. ഒക്ടോബർ 3-ന് രാവിലെ 10 മുതൽ പ്രസംഗ മത്സരവും ക്വിസ് മത്സരവും നടക്കുമെന്നും അധികൃതർ പറഞ്ഞു. എച്ച്സലാം MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 20 ലക്ഷം രൂപ ചെലവിൽ പൂർത്തിയാക്കുന്ന സ്മാർട്ട് അങ്കണവാടിയുടെ നിർമ്മാണത്തിന് തുടക്കമായി. എച്ച്സലാം MLA നിർമ്മാണ ഉദ്ഘാടനം നിർവഹിച്ചു. എച്ച്സലാം MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 20 ലക്ഷം രൂപ ചെലവിൽ പൂർത്തിയാകുന്ന സ്മാർട്ട് അങ്കണവാടിയുടെ നിർമ്മാണത്തിന് തുടക്കമായി. അമ്പലപ്പുഴ തെക്ക് പഞ്ചായത്ത് 4-ാം വാർഡ് കാക്കാഴം സൗമ്യ ഭവനിൽ ഉണ്ണികൃഷ്ണൻ സൗജന്യമായി വിട്ടു നൽകിയ 3 സെന്റ് സ്ഥലത്താണ് അങ്കണവാടി നിർമ്മിക്കുന്നത്. എച്ച്സലാം MLA അങ്കണവാടി കെട്ടിടത്തിന്റെ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചു. പുന്നപ്ര നോർത്ത്, പുന്നപ്ര സൗത്ത്, ഇവിടെ എല്ലാം നമുക്ക് സ്ഥലമുള്ള എല്ലായിടത്തും നമുക്ക് കൊടുക്കാൻ വേണ്ടി പൊതുവെ കഴിഞ്ഞു. ഇപ്പൊ ഇതിനകം തന്നെ ഒരു പത്തനമായി. ഈ വർഷം നമ്മൾ ബഡ്ജറ്റിൽ കൂടി ഉൾപ്പെടുത്തി ബഡ്ജറ്റിന്റെ ഭാഗമായി തന്നെ 20 ലക്ഷം രൂപ വീതമുള്ള 5 അംഗനവാടികൾക്ക് കെട്ടിടം നിർമ്മിക്കാൻ പൈസ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ വർഷം 5 എണ്ണം കൂടി പുതിയ അംഗനവാടി നിർമ്മിക്കാൻ നിശ്ചയമായിട്ട് നമുക്ക് പറ്റും. അപ്പൊ അതുകൊണ്ട് ഇവിടെ സ്ഥലം നമ്മൾ കണ്ടെത്തിയാൽ ആ സ്ഥലം ലഭ്യമാക്കപ്പെടുന്ന എല്ലാ അംഗനവാടിക്കും സ്വന്തമായി കെട്ടിടം നിർമ്മിക്കാൻ പറ്റുക എന്നുള്ളതാണ്. അത് ലക്ഷ്യം വെക്കാൻ ഒരു കാര്യം ഇപ്പം മണ്ഡലത്തിലെ പൊതുവായ പ്രവർത്തനങ്ങളിലെ എല്ലാവരും ആവശ്യപ്പെടുന്ന റോഡ് മാത്രമല്ല, അത് ഏറെക്കുറെ കാര്യമായി ചെയ്യുന്നുണ്ട്. ഇവിടെയും ഇനിയിപ്പോ 4-ാം വാർഡിൽ കാര്യം റോഡ് ചെയ്യാനില്ലെന്ന് തോന്നുന്നു. അമ്പലപ്പുഴ തെക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭ ബാലൻ ചടങ്ങിൽ അധ്യക്ഷയായി. പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ K സിയാദ്, അപർണ സുരേഷ്, അംഗങ്ങളായ നിഷ മനോജ്, K മനോജ് കുമാർ, C ശ്രീകുമാർ, മീന ശ്രീകുമാർ, പഞ്ചായത്ത് സെക്രട്ടറി G രാജ്കുമാർ, ബ്ലോക്ക് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സഞ്ജു P നായർ, അസിസ്റ്റന്റ് എഞ്ചിനീയർ സ്മിത തുടങ്ങിയവർ സംസാരിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് P രമേശൻ ചടങ്ങിന് സ്വാഗതം പറഞ്ഞു. ദേശീയ രക്തദാന ദിനാചരണത്തിന്റെ ഭാഗമായി സെമിനാർ സംഘടിപ്പിച്ചു. ജില്ലാ നിയമസേവന അതോറിറ്റിയുടെയും രക്തദാന സമിതിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് ദിനാചരണ പരിപാടി സംഘടിപ്പിച്ചത്. സീനിയർ സിവിൽ ജഡ്ജ് പ്രമോദ് മുരളി പരിപാടി ഉദ്ഘാടനം ചെയ്തു. ദേശീയ രക്തദാന ദിനാചരണത്തിന്റെ ഭാഗമായി സെമിനാർ സംഘടിപ്പിച്ചു. ജില്ലാ നിയമസേവന അതോറിറ്റിയുടെയും സംസ്ഥാന സന്നദ്ധ രക്തദാന സമിതിയുടെയും സംയുക്താഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. പുന്നപ്ര വാടക്കൽ എഞ്ചിനീയറിംഗ് കോളേജ് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച സെമിനാർ ജില്ലാ നിയമസേവന അതോറിറ്റി സെക്രട്ടറിയും സീനിയർ സിവിൽ ജഡ്ജുമായ പ്രമോദ് മുരളി ഉദ്ഘാടനം ചെയ്തു. പ്രധാനപ്പെട്ട ഒന്നാണ് അതിന്റെ പ്രിയാമ്പിൾ എന്ന് പറയുന്നത്. നിങ്ങൾ ഭരണഘടനയുടെ പ്രിയാമ്പിൾ കണ്ടിട്ടുണ്ടോ, വായിച്ചിട്ടുണ്ടോ? ഭരണഘടനയുടെ പ്രിയാമ്പിൾ നാം ഇന്ത്യക്കാർ എന്ന് പറയുന്ന ഭാഗം. കോളേജ് പ്രിൻസിപ്പൽ റൂബിൻ B വർഗീസ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു.
അമ്പലപ്പുഴ ഡിവൈഎസ്പി NK രാജേഷ്, രക്തദാന സമിതി സംസ്ഥാന പ്രസിഡന്റ് M മുഹമ്മദ് കോയ, പ്രോഗ്രാം ഓഫീസർ അനൂപൻ നായർ തുടങ്ങിയവർ സംസാരിച്ചു. ഉദ്ഘാടന സമ്മേളനത്തെ തുടർന്ന് രക്തദാനത്തിന്റെ പ്രാധാന്യത്തെ സംബന്ധിച്ച് തോമസ് വിൽസൺ ക്ലാസ് നയിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഒക്ടോബർ 2 ഗാന്ധി ജയന്തി ദിനാചരണത്തിന്റെ ഭാഗമായി കളക്ടറേറ്റിലെ ഗാന്ധി സ്മൃതി മണ്ഡപത്തിൽ ഹാരാർപ്പണവും പുഷ്പാർച്ചനയും നടത്തി. PP ചിത്തരഞ്ജൻ MLA, ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് എന്നിവർ ചേർന്നാണ് ഹാരാർപ്പണവും പുഷ്പാർച്ചനയും നടത്തിയത്. മാലിന്യമുക്ത നവകേരളത്തിനായുള്ള ജനകീയ ക്യാമ്പയിന്റെ ജില്ലാതല ഉദ്ഘാടനവും നഗരസഭയുടെ ദ്രവമാലിന്യ സംസ്കരണ പ്ലാന്റിന്റെ ഉദ്ഘാടനവും കൃഷിമന്ത്രി P പ്രസാദ് നിർവഹിച്ചു. കേരള ആരോഗ്യ ശാസ്ത്ര സർവകലാശാല യുവജനോത്സവത്തിൽ ആതിഥേയരായ ആലപ്പുഴ വണ്ടാനം ഗവൺമെന്റ് TD മെഡിക്കൽ കോളേജിന് കലാകിരീടം ലഭിച്ചു. 191 പോയിന്റോടെയാണ് TDMC കലാകിരീടം നേടിയത്. H സലാം MLA സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ITBP 27ാം ബറ്റാലിയന്റെ ആഭിമുഖ്യത്തിൽ മെഗാ ക്ലീനിംഗ് ഡ്രൈവ് സംഘടിപ്പിച്ചു. ഗാന്ധി ജയന്തി ദിനാചരണത്തിന്റെ ഭാഗമായിട്ടാണ് പരിപാടി സംഘടിപ്പിച്ചത്. ആലപ്പുഴ കൊമ്മാടി സാമൂഹ്യ വനവൽക്കരണ വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ പെൻസിൽ ഡ്രോയിംഗ്, ഉപന്യാസ രചന മത്സരങ്ങൾ സംഘടിപ്പിച്ചു. സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്കായിട്ടാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഇതോടെ ഈ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.